ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ചില്ലി ചിക്കൻ നമ്മളെല്ലാം വീടുകളിൽ ചില വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. മിക്കവാറും കടകളിൽ നിന്നാണ് കിട്ടുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനുണ്ടാക്കുന്ന റെസിപ്പിയാണ്. കുറ്റങ്ങളും കുറവുകൾ കാണാം, ക്ഷമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ചിക്കനാണ്. ഇതിന് ശരിക്കും ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ബോണുള്ളതും ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് കോൺഫ്ലവർ, നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ, ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇതൊന്ന് അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് സവാളയാണ്. സവാള ഒരു സ്ക്വയർ പീസാക്കിയ സവാളയാണ്. ഇതൊരു 4 സവാള മുറിച്ച് സ്ക്വയർ പീസാക്കിയതാണ്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം അതിന് ഒരു ക്യാപ്സിക്കം നമ്മൾ ചെറിയ കഷ്ണങ്ങൾ സ്ക്വയർ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഈ 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മളിത് ചിക്കൻ നമ്മൾ ചെറിയ സൺഫ്ലവർ ഓയിലിൽ നമ്മളിത് ഷാലോ ഫ്രൈ എടുത്തിട്ട് ആണ് നമ്മൾ ചില്ലി ചിക്കൻ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഫ്രൈ മീൻസ് ചെറിയ രീതിയിൽ വാടാതെ മുരിഞ്ഞു പോകാൻ പാടില്ല. അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. നമ്മളിത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല തീയിൽ കിടന്ന് നല്ല പോണം മൊരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഫ്രൈ ചെയ്ത്, അതായത് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണിത്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഉരുളി വെക്കാം. ഉരുളി ചൂടായി വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ നേരത്തെ ഉണ്ടാക്കിയ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി വന്ന സൺഫ്ലവർ ഓയിൽ നമുക്ക് ഈ ഉരുളിയിലേക്ക് ഇടാം. എണ്ണ ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് 3 കൂടി ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ സ്ക്വയറായിട്ട് വെച്ചിരുന്ന ആ സവാള അതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് സവാളയും കൂടെ ഒന്ന് ഇളക്കി ഇതിനകത്തേക്ക് യോജിപ്പിക്കാം. ഇത് വലിയ പണിയൊന്നുമില്ല. ഇനി നമ്മൾ ഓൾറെഡി ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഉപ്പ് ചേർത്തത് കൊണ്ട് പിന്നെ നമ്മളിതിനകത്ത് സോസ് ഒഴിക്കും. ടൊമാറ്റോ സോസ് ഒഴിക്കും, സോയാബീൻ സോസ് ഒഴിക്കും. അപ്പോൾ അതിനകത്തൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് അധികം ഉപ്പിടണ്ട. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ലേശം സവോള വാടാനായിട്ട്
ഒരൽപ്പം ഉപ്പ് അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം സോസിലും ഉപ്പുണ്ട് ഓൾറെഡി. ഞാൻ ഇതിനകത്തേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി. കാരണം ഒരു ചെറിയ കളർ കിട്ടാനായിട്ട്. ഇതിനകത്ത് എരിവൊന്നും ആവശ്യമില്ല, കാരണം എരിവ് നമുക്ക് വേണ്ട. ഇതൊരു ചൈനീസ് ഡിഷായതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്കിനകത്ത് എരിവ് ആവശ്യമില്ല. ഞാനിത് എൻ്റെ രീതിയിലുണ്ടാക്കുന്ന ഒരു ഡിഷാണ്, ചില്ലി ചിക്കനാണ്. ഇതിനകത്തൊക്കെ നമുക്ക് വേണ്ടത് ഈസ്റ്റേണിൻ്റെ നമുക്ക് ചില്ലി ചിക്കൻ്റെ പൗഡറുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കാണിച്ചു തരാം. ഇതാണ് ഈസ്റ്റേൺ ചില്ലി ചിക്കൻ മസാല. ഈസ്റ്റേൻ്റെ തന്നെ എല്ലാ ബ്രാൻഡിലും ഇത് കിട്ടും, ചില്ലി ചിക്കൻ മസാല. ഇത് നമുക്ക് നമ്മുടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ, ഇപ്പോൾ 1.5 കിലോ ഉള്ളൂ, 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചില്ലി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ. നമ്മളിതിനകത്തേക്ക് ചില്ലി ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കണം. ഇതിനകത്തല്ലാതെ ഒരു തരത്തിലുള്ള എരിവും ആവശ്യമില്ല. അടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം സൺഫ്ലവർ ഓയിൽ ചേർക്കാൻ മടിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ സോയാബീൻ സോസ് ഒരല്പം ഒഴിച്ച് കൊടുക്കുക. സ്പൂണിൽ ഒഴിച്ചാൽ മതിയാവും. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസാണ്, അതും ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടം കണക്കായിരിക്കും സോസിൻ്റെ അളവെല്ലാം വരുന്നത്. കാരണം കൂട്ടിയും കുറച്ച് കൊടുക്കാം, മധുരമോ അതിൻ്റെ ടേസ്റ്റും ഒക്കെ വരുന്ന കണക്കിരിക്കും. കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മല്ലിയില ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ഇനി നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മറ്റേ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ക്യാപ്സിക്കം ഇട്ട് യോജിപ്പിക്കുക. അയ്യോ ശേഖ് തോട്ടത്തിലല്ലായിരുന്നു, അപ്പോൾ പിന്നെ അല്ല നമുക്ക് കോൺഫ്ലവർ എടുക്കുക. കോൺഫ്ലവർ എടുത്ത് ഇതിലേക്ക് ചൂടോടെ ഒഴിക്കുക. കലക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കണം. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേറൊരു സർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റിയിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത ചില്ലി ചിക്കൻ റെഡിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ
വളരെ സുഭിക്ഷമായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റിയുള്ള ചില്ലി ചിക്കൻ ആയിരിക്കും. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ രീതിയിലുള്ള ചില്ലി ചിക്കൻ എടുത്തു. ഇതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, വേറെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.